പാട്ടിലെ രാജാവായി ഞാൻ ഇന്ന് മാറിടും. ഈ പാട്ട് സിംഹത്തെ കൊണ്ട് ഞാൻ ഇന്ന് പാടിക്കും. ഞാൻ പറഞ്ഞല്ലേ എത്ര മനോഹരമായ ശബ്ദമാണ് പോപ്പറ്റിനുള്ളത്. അഥവാ ഇവൻ സിംഗിങ് കോമ്പറ്റീഷന് പോവുകയാണെങ്കിൽ ജഡ്ജസിനെ വരെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ കാട്ടിലും കാണില്ലേ മണ്ടന്മാർ. ഞാൻ ഒരു പാട്ട് പാടാം, കുഞ്ഞുമണി ഈണമിട്ടാം, പാട്ട് കേട്ട് പൂവാലാട്ടും. കാട്ടുമൈനെ നീ അറിഞ്ഞോ ഇല്ലേ മുളം കൂട്ടി. ഇദ്ദേഹമായിരിക്കും ഇനി എന്റെ മ്യൂസിക്കൽ ഗുരു. അല്ല, ഞാനതിന് കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ എങ്ങനെയാണാവോ ഞാൻ ഈ ജയിലിലായത്? അല്ല, ഇതൊരു പോസ്റ്റ് ബോക്സ് അല്ലേ. എന്നെ മറ്റാരെങ്കിലും പോസ്റ്റ് ചെയ്തതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ആഹാ. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണേ, ഇന്നെനിക്കൊരു ദൂത് പോകാമോ? എന്ത് പറ്റിയാവോ? ഇന്ന് ആകെ ഒരു മ്യൂസിക്കൽ മൂഡിലാണല്ലോ. ഞാൻ ആലോചിക്കുന്നത് ഒരു പാട്ട് അങ്ങോട്ട് കാച്ചിയാലോന്നാ. എന്നാൽ നീ പാട്. ഞങ്ങൾക്ക് ഇത്ര സമയമായിട്ട് ഉറക്കമേ വന്നിട്ടില്ല. ചിലപ്പോ നിന്റെ പാട്ട് കേട്ട് ഞങ്ങൾക്ക് ഉറക്കം വന്നാലോ. എന്റെ ഗിറ്റാറിലെ സ്ട്രിങ്സ് ഒക്കെ എവിടെ പോയി? അതിലാണ് ഞാൻ തുണികൾ വിരിച്ചിട്ടിരിക്കുന്നത്. അല്ല, ആ കമ്പികൾ അതിനു വേണ്ടിയല്ലേ ശരിക്കും ഉപയോഗിക്കാറുള്ളത്? ദൈവം നിനക്കെല്ലാം വാരിക്കോരി തന്നു, ബുദ്ധി ഒഴിച്ച്. എടാ ഹണി, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. മണ്ടൻ എന്നാടാ കഴുത നീയൊക്കെ ഇനി നന്നാവുന്നോ? 2020 തുടങ്ങിയില്ലേ, ഇനിയിപ്പോ നന്നാവാനാണോ സമയമില്ലാത്തത്? അതൊക്കെ പോട്ടെ, ഞാനിപ്പോ ഹാർമോണിയം വായിക്കാൻ പോവുകയാ. പക്ഷെ ഇതിന്റെ കീ എല്ലാം അവിടെ പോയി. മേഡം പറഞ്ഞിരുന്നു അഥവാ വീടിന് പുറത്തിറങ്ങിയാൽ കീ കയ്യിൽ തന്നെ സൂക്ഷിക്കണമെന്ന്. പണ്ടാരാണ്ട് പറഞ്ഞ സത്യ. സ്വർഗവും നരകവും എന്താ ഈ ഭൂമി തന്നെയാ. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എല്ലാം തലവിധി പോലെ വരുള്ളൂ. ഇതെന്താണ്? എനിക്ക് തോന്നുന്നത് ബാസുരി കൂടുതലായി കഴിച്ചു എന്നാണ്. ദേ നോക്കേ, വയറ് വീർത്തിരിക്കുന്നുണ്ടോ? എടാ പോപ്പട്ടെ, എന്താണോ ഇത്? ഉറങ്ങാനും സമ്മതിക്കില്ല നീയൊക്കെ. ഞാൻ ഉറങ്ങുന്ന നേരമായത് നന്നായി. മകുടി ഊതിയപ്പോഴേ ഞാൻ ഓട്ടോമാറ്റിക്കായി ഡാൻസ് ചെയ്തു. സോറി സർപ്പംജി, സോറി. ഞാൻ പറഞ്ഞതല്ലേ. നീ വേറെ ആരോടെങ്കിലും ആയിരിക്കും പറഞ്ഞത്. നമ്മളിതേ ഇപ്പൊ കണ്ടുമുട്ടിയതല്ലേ ഉള്ളൂ. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. ഇത് പോപ്പറ്റിന്റെ വീട് തന്നെയല്ലേ? അല്ല, പക്ഷെ പോപ്പറ്റ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, മുന്നിൽ തന്നെ. ആളിവിടെ തന്നെ ഉണ്ട്. പക്ഷെ വീട് അത് കാട്ട്കർ മേഡത്തിന്റെ. കത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നിട്ട് പൊക്കോളൂ. എടാ, തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ ചവിട്ടിക്കൂട്ടി മൂലക്കിടിഞ്ഞാൻ. എടാ മരമാക്രി പൂച്ചേ, ഞങ്ങള് പോസ്റ്റ്മാൻ ഒന്നും അല്ല, മനസ്സിലായോടാ? നിങ്ങൾ പാട്ട് പാടുന്നത് ഞാൻ കുറച്ചു മുമ്പ് കേട്ടു. എന്നെ ഒന്ന് പാട്ട് പഠിപ്പിക്കാമോ? 4 ദിവസത്തിന് ശേഷം എനിക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. എന്ത് വില കൊടുത്തും എനിക്കതിൽ ജയിക്കണം. ഈ കൗക്കൗന്ന് വെച്ചാൽ എന്താ? നീ ഒരു കുയിലാണല്ലോ. എന്റെ അമ്മയില്ലേ, ഒരു കാക്കയാണ്. എന്റെ ഈ ശബ്ദം അമ്മയിൽ നിന്ന് കിട്ടിയതാ. പ്ലീസ് എന്നെ ഒന്ന് പാട്ട് പഠിപ്പിച്ചു തരാമോ? പ്ലീസ്. അത് ഞാൻ ചുമ്മാ ഒരു മൂളിപ്പാട്ട് പാടിയതല്ലേ. എനിക്ക് മ്യൂസിക്കിലെ അറിവ് വളരെ കുറവാ. ഞാനാണെങ്കിൽ സരിഗമയ്ക്ക് ശേഷം ABCD ഒക്കെ വെച്ചാ ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാറുള്ളത്. എടാ പച്ച കളറടിച്ച നെത്തോലി കപ്പേ, ചുണ്ടിൽ ചായം തേച്ചിറങ്ങിയിരിക്കുക. നിനക്കെന്നെ ശരിക്കും അറിയില്ല. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കേണ്ടി വരും. അത് ശരി, അപ്പൊ ഭീഷണിയാണല്ലേ? അതെ, ആണ്. എന്നാ പിന്നെ ശരി, ഞാൻ പഠിപ്പിച്ചേക്കാം. ഫാൻസ് പറഞ്ഞാ പിന്നെ എനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. താങ്ക് യു സോ മച്ച്. അങ്ങ് സമ്മതിച്ചല്ലോ. പിന്നെ എന്താന്ന് വെച്ചാ, അഥവാ നിങ്ങൾ എന്നെ തല്ലില്ലെങ്കിൽ പിന്നെ മറ്റൊന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താടാ? ഫീസ്. അടി വേണോ? താങ്കൾക്ക് എത്ര ഫീസ് അങ്ങോട്ട് തരേണ്ടത്? ഈ കുട്ടിയെ പഠിപ്പിക്കാൻ കിട്ടുന്നത് തന്നെ എന്റെ ഒരു വലിയ ഭാഗ്യമല്ലയോ? അപ്പൊ പറഞ്ഞതുപോലെ ക്ലാസ് നാളെ തന്നെ തുടങ്ങിയിരിക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക്.
ആരാടാ ഇതിനിടയ്ക്ക് ഇവിടെ കൊണ്ട് ചുമര് വെച്ചത്? അത് കുട്ടിക്കാലത്ത് വെച്ചതാ. പോപ്പട്ടെ, നീ ടെൻഷൻ അടിക്കുമ്പോൾ എന്നെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. പോപ്പട്ടെ, നീ ഒന്ന് റിലാക്സ് ചെയ്യേ. പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലേ അവളുടെ പപ്പ നിന്നെ തീർച്ചയായിട്ടും തല്ലും. അയ്യോ, ഇങ്ങനെ മോട്ടിവേഷൻ തന്നതിൽ വളരെ നന്ദിയുണ്ട് ബ്രോ. കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. അയ്യോ, നീ സംഗീതം പഠിക്കാനാണോ വന്നത് അതോ യോഗയ്ക്കാണോ? എടാ വിവരം കെട്ടവനെ, ചുമ്മാ വാചം അടിക്കാതെ വേഗം ക്ലാസ് തുടങ്ങടാ. ആ, ആയിക്കോട്ടെ. അത് നോക്കൂ, സംഗീതത്തിൽ 200 സ്വരങ്ങളാണുള്ളത്. പക്ഷെ സംഗീതത്തിൽ 7 സ്വരങ്ങളെന്നല്ലേ പറയാറ്? ആ, ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. ഇപ്പോ പോപ്പുലേഷൻ ഒക്കെ കൂടിയില്ലേ, അതുകൊണ്ട് സ്വരങ്ങളുടെ എണ്ണവും കൂട്ടി. എനിക്കറിയാം, ആകെ 2 സ്വരം മാത്രമേ ഉള്ളൂ. അതേതാണ്? ഭസ്മാസുരം പിന്നെ മഹിഷാസുരം. ആദ്യം നമുക്ക് പിയാനോയിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഏതൊക്കെ സ്വരമാണോ വായിക്കുന്നത് നീയും അതുപോലെ തന്നെ ചെയ്യണം. ആ. എന്റെ വിരല് കുടുങ്ങിയേ. ഞാൻ പാടുന്നതല്ല, പറയുകയാണ്. എന്റെ വിരല് ശരിക്കും കുടുങ്ങി. ആ, പുറത്തെടുക്കുന്നൊന്ന്. അയ്യോ, സോറി, എനിക്ക് തോന്നുന്നത് ക്ലാസ് കഴിഞ്ഞു എന്നാണ്. നാളെ വരൂ. ഓക്കെ. ഞാൻ അവരെ കയ്യിലെടുത്തോളാം. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എല്ലാം എന്റെ തലയിലിട്ട. മതി മതി, നീ സംഗീതം പഠിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ ചെയ്ത് ഫിറ്റ്നസ് തീർച്ചയായിട്ടും ഉണ്ടാവും. സംഗീതത്തിൽ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ബ്രേക്ക് മ്യൂസിക്. ഈ ബ്രേക്ക് മ്യൂസിക് എന്ന് വെച്ചാൽ എന്താണ്? അത് ഈ ബ്രേക്ക് ഡാൻസ് ഒക്കെ കണ്ടിട്ടില്ലയോ, അതുപോലെ തന്നെയാണ് ബ്രേക്ക് മ്യൂസിക് ഉണ്ടാവുന്നത്. അടിക്കേ അടിക്കേ, കൈ അടിച്ചു പോകുന്ന പാട്ടാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. എടാ ബണ്ണി, ആ ഫ്ലവർ വേഴ്സും കൊണ്ട് നീ എങ്ങോട്ടായി പോകുന്നേ? അല്ല, ഇവനെന്തിനാ ഇങ്ങനെ സ്വയം അടിക്കുന്നേ? അത് വിട്ടേക്ക്, അവന് ബോധം വരുമ്പോ നമുക്ക് ചോദിക്കാലോ. ആക്ച്വലി ഞങ്ങൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്യായിരുന്നു. നിങ്ങൾക്കാണെങ്കിൽ സംഗീതത്തിൽ ഒരു ശ്രദ്ധയില്ലല്ലോ. നത്തോലി പോലത്തെ പച്ചത്തത്തെ ചുമ്മാ ജാട ഇറക്കല്ലേ. വേഗം അവളെ ബാസിൽ വായിക്കാൻ പഠിപ്പിക്ക. ഓക്കെ, ബാസുരിയിൽ ദാ ഈ വിരലുകൾ ഈ ദ്വാരത്തിൽ വെക്കണം. പിന്നെ ഈ വിരൽ ദാ ഇവിടെ. പിന്നെ ദാ ഇതുപോലെ ചെവി ഒന്ന് വൃത്തിയാക്കണം. എങ്കിലേ സ്വന്തം ശബ്ദം വ്യക്തമായിട്ട് കേൾക്കുള്ളൂ. ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ നീ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നന്നായിട്ടാണോ പാടിയിട്ടുള്ളതെന്ന്? ഉസ്താദ്, ഈ തബല വളരെ റഫ് ആണല്ലോ. എന്നല്ലേ, ഒരു മിനിറ്റ്, ഞാൻ ദാ ഈ പൗഡർ എന്നിട്ടോട്ടെ. ദാ ഈ പൗഡർ മതി. ആദ്യം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ സൗന്ദര്യത്തിനാണ്. കാരണം മ്യൂസിക്കിൽ തിളങ്ങാൻ പറ്റിയില്ലെങ്കിൽ മോഡലിംഗിലെങ്കിലും നമുക്ക് തിളങ്ങാൻ പറ്റണ്ടേ? സംശയമുണ്ടോ? എടാ കുരുത്തം കെട്ടവനെ, ബുദ്ധിയില്ലാത്ത ജന്തു, എന്റെ മോളെ വേഗം ഗിറ്റാർ വായിക്കാൻ പഠിപ്പിക്കടാ. എന്നാൽ ഇപ്പൊ തന്നെ പഠിപ്പിച്ചേക്കാം. ഒരു മിനിറ്റ്, നിന്റെ വിരലൊന്ന് കാണിച്ചേ. ആ, കണ്ടില്ലേ അവളുടെ സ്വരത്തിൽ എന്തുമാത്രം വേദനയുള്ളത്? ഞാൻ പറഞ്ഞതല്ലേ. ഉസ്താദ്, നാളെ എനിക്ക് കോമ്പറ്റീഷൻ ആണ്. എനിക്കാണെങ്കിൽ പേടിയാവുന്നുണ്ട്. കൗ, കൗ. അയ്യോ, ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. സംഗീതത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താ, ഹാർമോണിയാണോ? അല്ല, മസാജ്. ദാ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യിക്കുന്നേ മനോഹരമായിരിക്കും. ശരി ഗുരുജി, അങ്ങ് പഠിപ്പിച്ചത് എല്ലാം തന്നെ ഞാൻ കോമ്പറ്റീഷനിൽ പ്രയോഗിച്ചിട്ട് തന്നെ ബാക്കി കാര്യം നോക്കിക്കോ. ഞാൻ തീർച്ചയായും ജയിച്ചു വരും. എന്റെ മോളെങ്ങാനും ജയിച്ചില്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ. എടാ പോപ്പട്ടെ, നീ പേടിക്കണ്ട. അവള് ജയിക്കുമെന്ന് അവൾക്ക് തന്നെ വിശ്വാസമുണ്ട്. സത്യമാണോ ബണ്ണി? പോപ്പട്ടിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. നീ സംശയിച്ച് അവനെ കൂടുതൽ നീ പേടിപ്പിക്കുക. അയ്യോ, ഒന്ന് പോക്കാം. പോപ്പട്ട് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. വിയർപ്പ് വരെ ദേ പച്ചനിറത്തിലാ വരുന്നേ. നാട്ടിലുള്ളവർ എന്തെങ്കിലും നല്ല കാര്യം നടക്കുമ്പോഴാ നെയ്യ് കഴിക്കാറുള്ളത്. എനിക്കാണെങ്കിൽ ദേ ഇവിടെ കഷ്ടകാലം, അപ്പോഴും ദാ നെയ്യ് കഴിക്കുന്നു. ആഹാ, ഏയ്
നീ കാരണം എന്റെ മോള് കോമ്പറ്റീഷനിൽ വിജയിച്ചിരിക്കുന്നു. ഉസ്താദ്, ദാ കണ്ടില്ലേ ട്രോഫി? ജയിച്ചോ നീ? എങ്ങനെയാ ജയിച്ചത്? മാത്രമല്ല ജഡ്ജ് എന്താ പറഞ്ഞത്? ജഡ്ജ് എന്താ പറഞ്ഞതെന്നോ? അച്ഛനോട് ചോദിക്കേ. അച്ഛനായിരുന്നല്ലോ ജഡ്ജ്. ഇങ്ങനായിരുന്നോ ജഡ്ജ്? അപ്പൊ കോമ്പറ്റീഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആകെ ഞാനും പിന്നെ അച്ഛനും മാത്രം. ഒറ്റയ്ക്കായിരുന്നു കോമ്പറ്റീഷൻ അല്ലേ? പിന്നെ ജഡ്ജ് നിന്റെ ഈ അച്ഛനും. അല്ല, കോമ്പറ്റീഷൻ എവിടായിരുന്നു? വീട്ടിലെ അടുക്കളയിലായിരുന്നോ? അതെ, ഞങ്ങൾ അന്യോന്യം കോമ്പറ്റീഷൻ നടത്താറുണ്ട്. കൂടാതെ ഇന്നും ഞാൻ തന്നെ ജയിച്ചു. പച്ച നിറത്തിലുള്ള ഉണ്ട തത്തേ, ആ വിളിച്ച് നിൽക്കാതെ ഉണ്ട കണ്ണ, എന്റെ മോള് ജയിച്ചടാ. വാടാ ഡാൻസ്.